മലകളെ ഉണ്ടോ, റോഡ് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടേ, സൂപ്പർ മൗണ്ടനാണിത്. നമ്മുടെ എവറസ്റ്റ് കൊടുമുടി പോലെ ഇരിക്കും, കണ്ടില്ലേ? നീണ്ട് മോളി വരെ ആകാശം മുട്ടി നിൽക്കുകയാണ്. ഇത് കാണാനാണ് ഈ ആൾക്കാർ മുഴുവൻ ഇവിടെ വരുന്നത്. ഇത് ട്രെയിനകത്തുനിന്ന് ഇങ്ങോട്ട് കയറി നമ്മൾ ഫോർട്ട് വില്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് 1 മണിക്കൂർ ഫോർട്ട് വില്യം എന്ന് പറഞ്ഞ സ്ഥലം. എന്നിട്ട് ഈ മലനിരപ്പിക്കൂടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സീനറിയാണ്, കണ്ടോ? സൂപ്പർ. ഇത് കാണാനാണ് ആൾക്കാർ വരുന്നത്. അതെ അതെ, നമ്മുടെ ആൾക്കാർ തന്നെ ഇഷ്ടം പോലെ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട് എല്ലാവരും വരുന്നത്. ഇടയ്ക്ക് നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഇതാണ്. മുന്നിലാണ്ടൊരു വണ്ടി പോയിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ പുറകിന് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂടാപ്പ് കാണുന്ന മഞ്ഞിൻ്റെയാണ്. രാവിലെ നല്ല മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അത് കാണത്തില്ല ഇങ്ങോട്ട്. ഇത് തന്നെയുള്ളൂ കാണാൻ, ഇത് തന്നെയുള്ളന്ന്. അങ്ങോട്ട് വയറ് കുരുക്കി വെച്ചിരിക്കുന്നിടത്ത് അങ്ങോട്ട് പോകാൻ. ഇതാ മരങ്ങളൊക്കെ വെട്ടി പിന്നെ നിർത്തിയിരിക്കുക. ഇനി അടുത്ത മരം ഇതാണ്. ഇവിടുത്തെ വീടുകൾക്കൊക്കെ പണിയുന്ന തടിയുടെ, നമ്മുടെ നാട്ടിലെ തേക്ക് പോലത്തെ ഒരു തടിയാണ്. അത് മൊത്തം വെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുക. അത് വലിയ വണ്ടി വന്നിനി കയറ്റിക്കൊണ്ട് പോകും. അത് കഴിയുമ്പോൾ പിന്നെ പുതിയ തൈകൾ അവർ വയ്ക്കും. അങ്ങനെ ഇവിടുത്തെ മൊത്തം ഈ നമ്മുടെ നാട്ടിലെ ഫോറസ്റ്റ് പോലെ തന്നെ. ഇത് റോഡിൻ്റെ 2 സൈഡിലുള്ള ഈ ചെടികളാണ്. മരം ചെറിയ പൂക്കളുള്ളതൊന്നുമല്ല, ചുമ്മാതി ഇതൊരുമാതിരി ഒരു ചെടികൾ. അതാണിത്. ഇപ്പം നമ്മൾ ഗ്ലെൻഗോ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്നൊരു 3/4 മണിക്കൂറൂടെ കഴിയുമ്പോൾ നമ്മൾ ഫോർട്ട് വില്യം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലും. തണുപ്പുണ്ട്, ചെറിയ തണുപ്പ് തുടങ്ങിയിപ്പോൾ. സെപ്റ്റംബർ ആകുമ്പോൾ തണുപ്പ് തുടങ്ങും. ഇതും ഒരു വലിയ മലയാണ്. മലയില്ലെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ മല കഴിഞ്ഞു. ഇനി ഇങ്ങനെയുള്ള റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മല അത്രയും ഭാഗത്തേ ഉള്ളായിരുന്നു.
ഇപ്പുറത്ത് ചെറിയൊരു അരുവിയാണ്. കാണാമല്ലോ അതില്. ഉണ്ടോ മഞ്ഞ് ഈ പുക പോകുന്ന വരുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുവാണേ.